എന്ത് രസമായിരിക്കുന്നു. ഇതൊക്കെ ഇവിടെ നിന്ന് നോക്കിക്കാണാൻ. അമ്മേ, നമുക്ക് അങ്ങോട്ടൊക്കെ പോവാ. വേണ്ട മോനെ, അച്ഛൻ വന്നിട്ട് മതി. അച്ഛൻ എവിടെ പോയി? ആരാണ്ടെയോ കാണാൻ പോയി. എടീ, എന്നാലേ നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇവനെ താഴെ കൊണ്ടുപോയി ഇതൊക്കെ കാണിച്ചിട്ട് വരാം. മോൻ ദൂരെ അങ്ങ് പോകല്ലേ? ഇല്ല അമ്മേ. ടാറ്റാ. കണ്ടോ മോനെ, ആ കാണുന്നത് ആ കപ്പല്. ആ അതാ അങ്ങോട്ട് നോക്ക്, അതിലാണ് അരി ഉപ്പും മുളകും ഒക്കെ വരുന്നത്. എടാ മത്തായിയേ, നമ്മുടെ കടത്തുകളിൽ പാറൂന്നല്ലടാ പോകുന്നത്. തന്നെ തന്നെ കർത്താവേ, അവള് കയറിയ തെളിഞ്ഞല്ലോ. മണ്ണും പെണ്ണും ഏത് നല്ലതാണെന്നാ പ്രമാണം. നന്നാക്കിയാ മണ്ണും നന്നാകും, പെണ്ണും നന്നാകും. അതെ അതെ അതെ. നല്ല ശാപ്പാടും വേഷവും ഒക്കെ ആയപ്പം പാർവതി കയറിയൊക്കെ തെളിഞ്ഞടാ. അതെ അതെ. ആ കൂടെയുള്ള കുഞ്ഞ് ഏതാളിയാ? അത് തങ്കമ്മയുടെ മോനാണെന്ന് തോന്നുന്നു. എന്റെ ശിവരാമന്റെ മോൻ. അതെ അതെ അതെ, ശിവരാമന്റെ തലയെടുപ്പും നടത്തുമൊക്കെ ആ ചെറുക്കനുണ്ട്. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. എന്താ പെണ്ണുങ്ങളെ? ചെമ്മീൻ എന്താ വരയ്ക്കാ നിങ്ങൾ നിൽക്കുന്നേ? കുഞ്ഞേതാ? ഞാൻ രവിയ. കുഞ്ഞിന്റെ അമ്മയുടെ പേര് തങ്കമ്മേതാണോ? അതെ. വീട്ടിൽ നിന്ന് തങ്കമ്മ വന്നിട്ടുണ്ട്. അമ്മയും അമ്മൂമ്മയും അച്ഛനും എല്ലാം വന്നിട്ടുണ്ട്. മോന്റെ അച്ഛൻ ദാമോദരാളി അല്ല. ആണല്ലോ, അച്ഛൻ ആണല്ലോ. അല്ല മോനെ, മോന്റെ അച്ഛൻ ആ കപ്പലിനകത്തുണ്ട്. മോന്റെ അച്ഛന്റെ പേര് ശിവരാമനെന്ന്. മോന്റെ അച്ഛനെ കണ്ടാൽ കുഞ്ഞിനെ പോലെ തന്നെ ഇരിക്കും. ഞാനില്ലേ ആ കപ്പലിൽ കൊണ്ടുപോയി കാണിക്കാം. എന്താ വരുന്നോ? ആ പാറുകൂടൊന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് വലിയ രസമായിരുന്നു ഇങ്ങനെ വർത്താനവും പറഞ്ഞുകൊണ്ടിരുന്നു മീമിക്കാൻ. എന്റെ കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവരും. നമ്മുടെ നീലാണ്ടനാണ് കൊച്ചിനെ കൊണ്ടുപോകുന്നത്. നീലാണ്ടനോ? ചെറുക്കനെ അവന്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അതാ ആ കിടക്കുന്ന കപ്പലിലാണ് ശിവരാമൻ ജോലി ചെയ്യുന്നത്. മോനവന്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അതിന് മോനിവിടെ? അതല്ലടി, മുതലാളിയെ കാണണമെന്നല്ല, ശിവരാമനെ കാണണമെന്ന് പറഞ്ഞു. ആ നീലാണ്ടൻ അവനെ കൂട്ടി കപ്പലിലോട്ട് പോയി. അയ്യോ, ആ കാണുന്ന കപ്പലിലാണ്. ശിവരാമ, ഈ കുട്ടി ഏതാണെന്ന് നീ തന്നെ ഊഹിച്ചെടുക്കണം. നീ ആരെ കാണാൻ വന്നു? നിന്റെ പേരെന്താ? രവി. കുട്ടിയുടെ അമ്മയുടെ പേരെന്താ? തങ്കമ്മ. മോനെ, എവിടെയാ?
രവിയുടെ അമ്മ. ഇതാരാണെന്ന് അമ്മ അറിയുമോ? ഇതാരാണെന്നാ അമ്മയ്ക്കറിയില്ലേ? ഇത് എന്റെ അച്ഛനാണ്. ഒരു കുടുംബ ജീവിതം തകർക്കണമെന്ന് ഉദ്ദേശമുണ്ടോ? ഞാൻ ഉടനെ തന്നെ നിങ്ങളെ ഹോട്ടലിൽ കൊണ്ടുവന്ന് വിടാം. ഞാനിപ്പോ വരാം. വിവരങ്ങളെല്ലാം മത്തായി പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. അതാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ അല്പം വൈകിപ്പോയി. മോനും തങ്കമ്മയോടെ അവരിവിടെ ഇല്ല. എവിടെ പോയി? മോൻ ഇവിടൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഓ, ഞാൻ വന്നിട്ട് പോയാ മതിയായിരുന്നല്ലോ. മലയാളി കൊച്ചിന് അവന്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ആ, അവനെപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കണം. മുതലാളിയല്ല, ശിവരാമനെ. അവനാ കിടക്കുന്ന കപ്പലിലുണ്ട്. കൊച്ചും തള്ളയും കൂടി അവനെ കാണണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. മുതലാളി വിഷമിക്കുന്ന എന്തിനാണ്? രക്തബന്ധം എന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നുമല്ല. തങ്കമ്മയ്ക്ക് ശിവരാമനെ മറക്കാനൊക്കുമോ? അവർ തമ്മിൽ അങ്ങനെ കഴിഞ്ഞതല്ലേ. സൗകര്യം കിട്ടിയപ്പോ തങ്കമ്മ പോയി. ഞാൻ സ്നേഹം കൊണ്ട് പറയുക. അവകാശമില്ലാത്തത് ആഗ്രഹിക്കരുത്. അയ്യോ, മുതലാളി, ഓടി വരെ. എന്താ? മുതലാളി തിരിച്ചുപോയി. എവിടെ? വന്ന ബോട്ടിൽ തന്നെ തിരിച്ചുപോയി. എവിടേക്ക്? എന്തോ സുഖമില്ലാതെ വീട്ടിലേക്ക്. വേഗം ഒരു ബോട്ട് വിളിക്ക്. ബോട്ട് കുഞ്ഞും തള്ള എവിടാന്ന് ചോദിച്ചിട്ട് മുതലാളി എന്താ ഒന്നും മിണ്ടാത്തെ? അവർ പോകേണ്ടിടത്തേക്ക് പോയി. അതറിഞ്ഞപ്പോൾ ആദ്യം എനിക്ക് വേദന തോന്നി. ഇപ്പോൾ തോന്നുന്നു അറിഞ്ഞോ അറിയാതെയോ അവരെ എത്തേണ്ടിടത്ത് എത്തിച്ചു എന്ന്. വീണ്ടും ഞാനും നീയും മാത്രം ബാക്കിയാവും. നിന്റെ കൈകൊണ്ട് വെള്ളം വാങ്ങി കുടിച്ച് തന്നെ എനിക്ക് മരിക്കേണ്ടി വരും. ഒരു ബോട്ട് നമ്മുടെ കടലിലേക്ക് വരുന്നെന്ന് തോന്നുന്നു. വരുന്നുണ്ട് മുതലാളി. ഒരു ചെറിയ ബോട്ടാണ്, നോക്കട്ടെ. അദ്ദേഹം വന്നോ? അദ്ദേഹം എവിടെ പുരുഷേട്ടാ? വന്ന പാടെ കട്ടിലി വന്ന് വീണാണ്. ഡോക്ടറും വന്നിട്ട് പോയി. അയ്യോ, നമുക്ക് കളിക്കാൻ പോവാം. നമുക്ക് പന്ത് കളിക്കാൻ പോവാം. ആ, പോകാം. മുതലാളി വിളിക്കുന്നു.
രണ്ടുപേരെയും വിളിക്കുന്നു. സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമായാമം മദാലസയാമം. എന്റെ വിൽപത്രം, എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ എന്റെ മകന് കൊടുക്കുന്നു. എന്റെ മകന് ഞാൻ അവന്റെ അച്ഛന് കൊടുത്തിരിക്കുന്നു. കൂടാതെ